Hi friends, welcome back to my channel. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് യൂട്യൂബിൻ്റെ ഒരു അപ്ഡേറ്റിനെ കുറിച്ചിട്ട് പറയാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് വന്നിട്ട് ഇപ്പോൾ മോണിറ്റൈസേഷൻ പോളിസിയൊക്കെ ഒത്തിരി വന്നിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് വരെ നമ്മുടെ യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ പോളിസി എന്ന് പറയുന്നത് 1K സബ്സ്ക്രൈബും പിന്നെ 4000 മണിക്കൂറായിരുന്നു. പിന്നെ ഈ ഇടയ്ക്ക് വന്നിട്ട് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. യൂട്യൂബ് പോളിസി വന്നിട്ട് 1K സബ്സ്ക്രൈബും 4000 മണിക്കൂറും പിന്നെ നമ്മുടെ ചാനലിൽ ഒരു കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്കും വരാൻ പാടില്ല നമ്മുടെ ഇത് മോണിറ്റൈസേഷന് അപേക്ഷിക്കുന്ന സമയത്ത്. അപ്പോൾ ഇത്രയായിരുന്നു മോണിറ്റൈസേഷൻ പോളിസി ഇടയ്ക്ക് വന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു അപ്ഡേറ്റ് പിന്നെയും കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ യൂട്യൂബുകാർ. അത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് വന്നിട്ട് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ എല്ലാവരും ആ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടാവത്തില്ല. പിന്നെ ഒരിടയ്ക്ക് വന്നിട്ട് നമ്മുടെ യൂട്യൂബ് അക്കൗണ്ട് വന്നിട്ട് ഹാക്ക് ചെയ്യപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് ചിലരൊക്കെ വന്നിട്ട് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നാൽ ഇപ്പോൾ നമ്മൾ ചാനൽ തുടങ്ങി വന്നവരൊക്കെ അതിനെക്കുറിച്ചിട്ട് അത്ര കേട്ടാവൊന്നും ഇല്ലാത്തതുകൊണ്ട് മാക്സിമം ആളുകൾ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കത്തില്ല. എന്നാലും ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് വന്നിട്ട് പുതിയൊരു അപ്ഡേറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മോണിറ്റൈസേഷൻ ആവണമെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് 1000 സബ്സ്ക്രൈബ് ഉണ്ടായിരിക്കണം, പിന്നെ 4000 മണിക്കൂറും വേണം, പിന്നെ നമ്മുടെ ചാനലിൽ വന്നിട്ട് ഒരു കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്കും വരാൻ പാടില്ല. അതായത് അപ്പോൾ ആക്റ്റീവായിട്ട് ഇരിക്കാൻ പാടില്ല നമുക്കിപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. അടുത്ത് വന്നിട്ട് നമ്മുടെ അക്കൗണ്ട് വന്നിട്ട് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്തിരിക്കണം. അപ്പോൾ ഞാനെൻ്റെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്തിട്ടില്ലാത്തവർക്ക് എങ്ങനെയാണ് നമുക്ക് ഈ അക്കൗണ്ട് വന്നിട്ട് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യാമെന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. എല്ലാ പ്രോസസ്സും നിങ്ങൾ അതുപോലെ ചെയ്യുക. നിങ്ങൾ ആ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യുമ്പോഴത്തേക്ക്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാൻ മുമ്പായിട്ട് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടുതലുള്ള ബെല്ലൈക്കണിൻ്റെ കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ജിമെയിൽ ഓപ്പൺ ചെയ്തിട്ട് മുകളിൽ നമ്മുടെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് താഴെ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ളത് കാണുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ഇങ്ങനൊരു പേജ് അവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിൽ കുറച്ചങ്ങോട്ട് പോകുമ്പോഴത്തേക്കും സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെ കുറേ ഓപ്ഷൻസ് കാണുന്നുണ്ട്. ഇവിടെ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് 2 ഓപ്ഷൻ ഉണ്ട്. യൂസ് യുവർ ഫോൺ ടു സൈൻ ഇൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനൊരു പേജായിരിക്കും ഓപ്പണായി കിട്ടുന്നത്. അതിൽ സെറ്റ് ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനൊരു പേജ് ഓപ്പൺ ആവും. ഇവിടെ നമ്മുടെ പാസ്വേഡ് അടിച്ചു കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പാസ്വേഡ് അടിച്ചിട്ട് നെക്സ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്ത് നമുക്കിങ്ങനൊരു പേജ് ഓപ്പൺ ആവും. അതിൽ താഴെ നെക്സ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിങ്ങനൊരു പേജ് ഓപ്പൺ ആവും. ഇതിൽ നിങ്ങൾ നെക്സ്റ്റ് എന്നുള്ളതിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് യൂട്യൂബ് നമുക്ക് ഇപ്പോൾ നമ്മൾ തന്നെയാണ് നമ്മുടെ മൊബൈലിൽ ഇത് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ മെയിൽ വഴി ഒരു കൺഫേമിൻ്റെ ഒരു ഇതായിരിക്കും. അപ്പോൾ നിങ്ങൾ കൺഫേം എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു പേജ് ഓപ്പൺ ആവും. അതിൽ ടേൺ ഓൺ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ആ പ്രോസസ്സ് അവിടെ ഓണായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ ബാക്ക് അടിച്ച് വരിക. ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവിടെ ടേൺ ഓഫ് എന്നായിരിക്കും കാണുന്നത്. നിങ്ങൾ അവിടെ ഒന്നും ക്ലിക്ക് ചെയ്യേണ്ട, ഡയറക്റ്റ് ബാക്ക് അടിച്ച് വരിക. അപ്പോൾ ഇപ്പോൾ നമ്മുടെ അവിടുത്തെ ഫസ്റ്റ് പ്രോസസ്സ് ഓണായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്നുള്ളത് കാണുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനൊരു ഓപ്ഷൻ വരും. ഇങ്ങനൊരു പേജ് ഓപ്പൺ ആവും. അവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞിട്ടുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓക്കെ കൊടുത്ത് വിടുക. അടുത്ത് ഇങ്ങനൊരു പേജ് നമുക്ക് ഓപ്പൺ ആവും. അതിൻ്റെ താഴോട്ട് നോക്കുമ്പോഴത്തേക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് കൺഫേം എന്നുള്ളതിൽ. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ അവിടെ ഡയറക്റ്റ് അവരവിടെ കൊടുത്തിട്ട് ഒരു OTPക്ക് വേണ്ടിയിട്ട് അവർ നമ്മോട് ചോദിക്കും. അപ്പോൾ നമ്മളത് ഓക്കെ കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ മൊബൈലിൽ ഒരു OTP വരുന്നതായിരിക്കും. നമുക്കൊന്ന് OTP അവിടെ കൊടുത്തിട്ട് നെക്സ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആവും. അവിടെ ടേൺ ഓൺ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ അവിടെ ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ മുകളിൽ ടേൺ ഓഫ് എന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിനൊന്നും ചെയ്യാനൊന്നും പോകണ്ട.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഇവിടെ ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് അടിച്ച് വന്നിട്ട് നേരത്തെയുള്ള ഓപ്ഷനിൽ ഒന്ന് പോയി നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, അവിടെ നമ്മുടെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഓൺ എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നുണ്ട് എങ്ങനെയാണ് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ചെയ്യാത്തവരെല്ലാവരും ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്യുക. കാരണം ഇനി നമ്മുടെ മോണിറ്റൈസേഷൻ പോളിസി ചേഞ്ച് ആയതുകൊണ്ട് നമുക്ക് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യാതെ നമുക്ക് മോണിറ്റൈസേഷൻ ഒന്നും അപ്ലൈ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്, ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, പിന്നെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. താങ്ക്